മുത്തുമണികളെ മക്കളെ, നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല കല്യാണമോ അല്ലെങ്കിൽ വല്ല പരിപാടിയോ അങ്ങനെ എന്തെങ്കിലും വല്ല ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഒരു അടിപൊളി പാർട്ടി വെയർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്നോ, ഇത് അധിക ചിലവില്ല. ഈ റണ്ണിങ് മെറ്റീരിയൽ എടുത്ത് മുറിച്ചൊരു ഒരു സാരിയും അതുപോലെ ഒരു കുറച്ച് മീറ്ററിന് വില വരുന്ന ഒരു ബ്ലൗസ് കേട്ടോ. അതാണ് ഭയങ്കര വലിയ പാർട്ടി വെയർ. ഞാൻ വലിയ പാർട്ടി വെയർ. പിന്നെ വേറൊരു കാര്യം കേൾക്കണം. ഈ ലോകത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ ഫസ്റ്റ് പിഷാരടി, അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു വ്യക്തി മാത്രമാണ് പാർട്ടി വെയർ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം. പിഷാരടി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അമർ അക്ബർ ആന്തോണിലെ പിഷാരടി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന വ്യക്തി മാത്രമാണ് ഈ പാർട്ടി വെയർ ഹോസ്പിറ്റൽ. എന്താല്ലേ തള്ള്, ഈ തള്ളൊക്കെയാണ് ഒരു ഒന്നൊന്നര തള്ള് മക്കളെ. പടച്ച റബ്ബേ, ഇങ്ങോട്ട് നഴ്സുമാർ ചോദിക്കണു അതും എപ്പോന്നറിയണോ? നാട്ടാപ്പാതിരാക്ക് 1 മണി കഴിഞ്ഞിട്ട്. വല്ലാത്തൊരു തള്ള്. അതാ പാർട്ടി വെയർ കണ്ടപ്പോഴാണ് സിസ്റ്റർമാർക്ക് സംശയം. കല്യാണത്തിന് പോയി വരികയാണ്, അല്ല ഞാനൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്ത് വരികയാണ്. വാവ്. അപ്പോൾ തള്ളി മറിച്ചിട്ട് ആ ഹോസ്പിറ്റലൊക്കെ പാടെ തലയിൽ കൂടി വീഴുമെന്നൊന്ന് ആ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ പാർട്ടി വെയർ ഇട്ട് പുന്നാരൊരു മോള് നമ്മളെ ഹോസ്പിറ്റലിൽ പോയിട്ട് തള്ളി മറിച്ചിട്ടുണ്ട് ഹോസ്പിറ്റൽ. അതും അടിപൊളി പാർട്ടി വെയർ. വേറൊരു കാര്യം കൂടി വീണ്ടും മനസ്സിലാക്കണം. പിഷാരടി കഴിഞ്ഞാൽ പിന്നെ ഒരു പാർട്ടി വെയറിന് ആകെ ഒരേ ഒരു അവകാശമുള്ള ഹോസ്പിറ്റലിൽ കിട്ടിപ്പോയത് ആകെ ഒരേ ഒരാളുള്ളൂ. അത് ഈ പറഞ്ഞ വ്യക്തി. അതൊന്ന് കണ്ടു നോക്കട്ടോ. ആദ്യം കണ്ടു നോക്കി ഇങ്ങോട്ട് അഭിപ്രായം പറ. ഓക്കെ. അമർ അക്ബർ അന്തോണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമയല്ലേ, അതില് പിഷാരടിന്റെ ഒരു എൻട്രി ഇല്ലേ, ഹോസ്പിറ്റലിൽ പാർട്ടി വെയർ ഇട്ടിട്ട്. പിഷാരടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരാന്ന് ചോദിച്ചാൽ അത് ഈ ഞാനാണ്. ഹോസ്പിറ്റലിൽ പാർട്ടി വെയർ ഇട്ട് നിൽക്കാം. ഞാനൊക്കെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങളൊക്കെ കളിയാക്കുന്നുണ്ടല്ലോ സെലിബ്രിറ്റി എന്ന് പറയുന്നത്. ഞാനിവിടെ സെലിബ്രിറ്റി ആവണ്ടേ? അപ്പം എന്താക്കി ഹോസ്പിറ്റലിൽ പാർട്ടി വെയർ ഇട്ട് പോകുന്നത്. അല്ലാതെ ഒരു ഫങ്ഷൻ കഴിഞ്ഞ് വന്നതുകൊണ്ടല്ല കേട്ടോ. അപ്പോൾ പിഷാരടി കഴിഞ്ഞാൽ അടുത്ത ഹോസ്പിറ്റലിൽ പാർട്ടി വെയർ ഇട്ട് പോയ ആളിഞ്ഞ് ഇല്ലുണ്ട്. നേഴ്സ് എന്നോട് ചോദിച്ച് കല്യാണത്തിനകം പോയിട്ട് വരികയാണ്. ഞാൻ പറഞ്ഞല്ല, എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്ത് വരികയാണെന്ന് പറഞ്ഞു. എന്താ ചെയ്യുക? അതും നട്ടപ്പാതിരം 1:30 സമയം കേട്ടോ. അപ്പം ആ പാർട്ടി വെയർ ഇട്ട് ഹോസ്പിറ്റലിൽ ഒരാൾ വരുന്നത് ആരാ? അപ്പോൾ മക്കളെ കണ്ടില്ലേ, ഇതാണ് കേട്ടോ നമ്മളെ പാർട്ടി വെയർ. അടിപൊളി പാർട്ടി വെയർ അല്ലേ? അത് സിനിമക്കാരെ പോലും വെല്ലുവിളിച്ചു കൊണ്ടുള്ള പാർട്ടി വെയറാണ്. അതും കേരളത്തിൽ 2ാമത്തെ ആൾ ഹോസ്പിറ്റൽ പാർട്ടി വെയർ ധരിച്ചു പോയ 2ാമത്തെ ധീര വനിതയാണ്. ഓക്കെ. അപ്പോൾ ഈ വനിതയ്ക്ക് എല്ലാവരും കഴിയുന്ന പ്രോത്സാഹനം കൊടുക്കണം. ധീര വനിത, അതും ഹോസ്പിറ്റൽ പാർട്ടി വെയർ ഇട്ട് നട്ടപ്പാതിര 1 മണിക്ക്. എന്താ അല്ലേ? ഓക്കെ, ഇത്രേ ഉള്ളൂ.